കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന പീഡനത്തിന് ഇരയായത് കുമ്പസാരത്തിനെത്തിയ യുവതി, പീഡനത്തിന് ഇരയാക്കിയത് പള്ളിയിലച്ചന്മാർ. കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന പീഡനം നടന്നത് ഇങ്ങനെ. കുമ്പസാരക്കൂട്ടിലേക്ക് പാപക്കറ കളയാനെത്തിയ യുവതി തന്നെ വൈദികൻ പീഡിപ്പിച്ച രഹസ്യം കുമ്പസാരത്തിൽ പറയുകയുണ്ടായി. കൂട്ടിനകത്തിരിക്കുന്നത് ലോഹയണിഞ്ഞ ചെകുത്താനാണെന്നറിയാൻ യുവതിക്ക് സാധിച്ചില്ല. ഭർത്താവിനോട് പറയുമെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചു. പിന്നീട് മറ്റു പല പള്ളിയിലച്ചന്മാർക്കും കാഴ്ചവെച്ചു. പള്ളിയിലച്ചന്മാരുടെ തോന്നിവാസത്തിന് യുവതി ഇരയായപ്പോൾ തകർന്നുപോയത് ഒരു കുടുംബമായിരുന്നു. ആദ്യം കാര്യം തിരിച്ചറിഞ്ഞ് മക്കളെയോർത്ത് ക്ഷമ നൽകിയ ഭർത്താവിനെ യുവതിയും പള്ളിയിലച്ചന്മാരും നിരന്തരം വഞ്ചിക്കുകയായിരുന്നു. കേരളം കണ്ട ഞെട്ടിപ്പിക്കുന്ന പീഡന വാർത്ത പുറലോകം അറിയുന്നത് യുവതിയുടെ ഭർത്താവിന്റെ ഫോൺ സംഭാഷണത്തിലൂടെയാണ്. അവള് എന്റെ കൂടെ കട്ടിലുണ്ടായിരുന്നു, പിള്ളേരും മുറിയിലുണ്ടായിരുന്നു. ഞാൻ അവളുടെ ജിമെയിൽ അക്കൗണ്ടിൽ കയറിയപ്പോ ആദ്യം ഞാൻ കണ്ടത് എനിക്ക് പരിചയമില്ലാത്തൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കണ്ടത് എന്റെ ഭാര്യ ഹോട്ടൽ ലീമോട്ടിൽ താമസിച്ചതിന്റെ ട്രാൻസാക്ഷൻ, അതിനകത്ത് ആദ്യത്തെ ട്രാൻസാക്ഷൻ, പിന്നെ നല്ല എമൗണ്ടിന്റെ വേറെ ട്രാൻസാക്ഷൻ. ഓക്കെ, അന്ന് ഇവൾ ഇവിടുന്ന് പോയത് എറണാകുളത്ത് ട്രെയിനിങ് കൊണ്ടെന്നും പറഞ്ഞോണ്ട, സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ സ്കൂളിൽ നിന്ന് പോയത് ഹോസ്പിറ്റലിൽ പോവാണെന്നും പറഞ്ഞോണ്ട. അത് ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് ക്ഷമിച്ചു. തെറ്റുപറ്റിയെന്ന് അവള് സമ്മതിച്ച് കരഞ്ഞ് എന്റെ നെഞ്ചത്ത് വീണു. ഞാൻ അവളോട് ക്ഷമിച്ചു. പക്ഷെ എനിക്ക് സത്യം അറിയണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞ കഥ നമ്മുടെ സഭയിലെ ഒരു വൈദികൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊണ്ടുപോയതാ. അത് കഴിഞ്ഞിട്ട് അവളോട് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു. ഞാൻ ജീവിതത്തിൽ ഇതുവരെ എന്റെ ഭാര്യയെ സംശയിച്ചിട്ടില്ല. അവളുടെ ഫോൺ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ബാങ്ക് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്തിട്ടില്ല, അവളുടെ ഒരു സംഭവം ഞാൻ ചെക്ക്. അത്രയ്ക്ക് വിശ്വാസം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് എന്റെ ഭാര്യയെ തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം. അവൾ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതേ വിശ്വസ്തയോടെ നമ്മൾ തിരിച്ചും ജീവിച്ചത്. അപ്പോ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതെല്ലാം പരിശോധിക്കേണ്ടി വന്നു. അവളോട് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നുമോളെ, ഈ ലോകത്ത് ഞാനും നീ വല്ലാതെ ഒരു മനുഷ്യനും അറിയത്തില്ല. നീ എന്നോടെല്ലാം കൺഫ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അവൾ ഇപ്പോഴും മൊത്തം സത്യങ്ങളും പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞ 20% പറയുള്ളൂ. അതിനകത്ത് തന്നെ ഏകദേശം എനിക്ക് 8 അച്ഛന്മാരുടെ അടുത്ത്, അതായത് ഓരോ ആദ്യമായിട്ട് എന്റെ മോളുടെ ആദ്യത്തെ വിഷയം പറയുവാണെങ്കിൽ, ഇവളെ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ അയലോക്കത്തുള്ള ഒരു അച്ഛൻ അവളെ പീഡിപ്പിച്ചു. അതിനുശേഷം അത് വെച്ചിട്ട് ഇപ്പോഴും അവളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോളുടെ മാമോദീസ വന്ന സമയത്ത് ഇവർക്ക് മാനസിക വിഷമം തോന്നിയിട്ട് ആ സമയത്ത് വികാരിയച്ഛനോട് വിളിച്ച് കുമ്പസാരത്തിന്റെ സമയത്ത്, എന്നിട്ട് ഇവനുമായിട്ടുള്ള എല്ലാം ഒഴിവാക്കാമെന്നുള്ള രീതിയിൽ. പക്ഷെ ആ അച്ഛൻ അത് വെച്ചിട്ട് എന്നോട് പറയുമെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ അച്ഛൻ എന്നിട്ട് ഇവളുമായിട്ടുള്ള സംഭവം ഫോട്ടോ എടുത്തിട്ട് വേറെ ഒരു അച്ഛൻ അയച്ചു കൊടുത്തിട്ട് ആ അച്ഛൻ ആ ഫോട്ടോ കാണിച്ച് അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറട്ടെ, ഞാൻ പിന്നെ എങ്ങനെ എഫീൽ ഇടാതിരിക്കും? ഇതൊരു ഞാൻ പറട്ടെ, ഇവനെയൊക്കെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിപ്പോയി. എനിക്ക് 2 കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇവനൊന്നും ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് പല അച്ഛന്മാർക്ക് കൈമാറി ഇപ്പൊ 5-8 അച്ഛന്മാർ ചേർന്ന് വട്ട് കെട്ടിക്കൊണ്ടിരിക്കുക എന്റെ ഭാര്യയെ. അവരെ ഒന്ന് പേഴ്സണലായിട്ട് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? ഞാൻ തിരുമേനിയുടെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, തിരുമേനി മാക്സിമം കൊടുക്കുന്ന പണിഷ്മെന്റ് 6 മാസം സസ്പെൻഷനാ. എനിക്കത് പറ്റത്തില്ല. എനിക്ക് ഇവന്റെ കുപ്പായം ഊരി ഇവന്റെ സഭയിൽ നിന്ന് പുറത്താക്കി എല്ലാ പള്ളിയിലും കൽപ്പന വായിക്കണം എല്ലാവന്റെ. ഈ തെമ്മാടിത്തരം കാണിച്ച ലോഹയിട്ട ചെകുത്താന്മാർക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥകൾക്കപ്പുറം വിശ്വാസികളുടേതായ ശിക്ഷ നൽകേണ്ടതുണ്ട്. കാരണം ഇനിയൊരിക്കലും ഇതുപോലെ ഒരു പീഡനത്തിന് ഒരു വിശ്വാസിയും ഇരയാവരുത്. പബ്ലിക് കേരള.